ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കണ നെയ്മീൻ കറി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ മെയിൻ ഐറ്റം നെയ്മീൻ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 300 ഗ്രാമോളം വരും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, അതുപോലെ കൊടംപുളി, കൂടാതെ 1.5 കപ്പ് ചിരകിയ നാളികേരം. ചെറുള്ളി ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വലിയുള്ളിയാണ്, ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇതെല്ലാം നന്നായി നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇപ്പം 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയ മസാല തയ്യാറാക്കാം. അധികം സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നമുക്ക് മീനൊന്നിട്ട് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾ പലപ്പോഴും കറി വയ്ക്കുമ്പം മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നുണ്ടായിരിക്കും അല്ലേ. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട്, നമ്മളിപ്പോൾ നന്നായിട്ട് ശരിക്കും നമ്മൾ മീൻ വറക്കണം അതേ രീതിയിൽ നമ്മളിത് ഒരുപാട് നേരം വറുത്തെടുക്കില്ല. ചെറുതായിട്ട് 2 സൈഡും എണ്ണയിലിട്ടൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകില്ല. നല്ല ഇതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മസാലയൊക്കെ മീനിൻ്റെ കഷ്ണത്തിലൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റും കിട്ടും. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റോ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് ആകും. അപ്പോൾ ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നാളികേരം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ 1-ാം പാല് 2-ാം പാല് വേർതിരിച്ചെടുക്കുക. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം മീൻ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ മീൻ അടിയിൽ പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഈർപ്പം തീരെ ഇല്ലാത്ത കറിവേപ്പിലയുടെ ഇലയൊന്ന് വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനൊന്നും അടിയിൽ പിടിക്കാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പം ഇതുപോലെയൊന്ന് അടിയിൽ വിതറി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നത്. ഏകദേശം 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ മറുപുറവും 2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രത്തിലേക്ക് നമ്മൾ മീൻ വറുത്ത അതേ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ കറിയുടെ സ്വാദ് കൂട്ടും. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാടി ട്രാൻസ്പെറൻ്റ് ആവുന്ന, ഉള്ളിയുടെ കനമൊക്കെ കുറഞ്ഞ് ഒന്ന് തിന്നാവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂട് കൂടി പൊടികളൊക്കെ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ നല്ലൊരു കളർ ഉണ്ടാവില്ല നമ്മുടെ കറിക്ക്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചട്ടിയുടെ ചൂടും മാത്രം മതി. ആ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടും. തീ നമ്മളധികം ചൂട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചൂടാണെങ്കിൽ പൊടി കരിഞ്ഞു പോവും.
ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കൽ, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ചൂടുവെള്ളം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം തീ കൂട്ടി കൊടുത്ത് വെക്കാവുന്നതാണ്. കറി ഒരു കുറുകിയ പരുവത്തിലായിരിക്കും ഇരിക്കുക. നമ്മളിതിലേക്ക് 1-ാം പാലും 2-ാം പാലും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന കാരണം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിട്ട്, ഗ്രേവി കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ 1.5 കപ്പ് തേങ്ങയ്ക്ക് അത് 2 കപ്പ് എടുക്കാവുന്നതാണ്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ള പുളിക്ക് നല്ല പുളിയുള്ള കുടംപുളി ആയത് കാരണമാണ് ഞാൻ ചെറിയ 2 പീസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ കുറേ കഴിയുമ്പോഴേക്കും കുടംപുളിയിൽ നിന്ന് നല്ല പുളിപ്പൊക്കെ ഇറങ്ങി കറിക്ക് നല്ല പുളി കൂടും. നമ്മൾ ആദ്യം പുളി കുറച്ച് കുറവാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും കറിക്ക് നല്ല പുളി കൂടും. ഇതിലേക്ക് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുള്ള തരിപ്പൊന്നും അതിൽ വീഴല്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഈ സമയം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളോട് ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം കയ്യിലിട്ട് വല്ലാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കല്. കയ്യിലിട്ട് ഇളക്കുമ്പോഴത്തേനും നമ്മുടെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവും. അപ്പം കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം പാത്രം കയ്യിലിങ്ങനെ ഒന്ന് പൊക്കി ചെറുതായിട്ടൊന്ന് കറക്കി എടുത്ത് കൊടുക്കണം. കറക്കി വേണം ഇളക്കി വെക്കാനായിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വല്ലാണ്ട് ഗ്രേവി കുറുക്കിയെടുക്കല്. നമ്മുടെ കറി തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ല കട്ടിക്ക് വരും. അപ്പോൾ അത് കാരണം വല്ലാണ്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറി തണുത്ത് കഴിയുമ്പോഴേക്കും അധികം ഗ്രേവി ഉണ്ടാവില്ല. നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ഇതേപോലെ ഇൻഡക്ഷൻ സ്റ്റൗ ആണെങ്കിൽ അതിൽ നല്ലോണം ചൂടുണ്ടാവും. നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പാത്രം ഇതുപോലെ അനക്കി കൊടുത്ത് വെക്കുക. ഒരു 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം അടുപ്പിൽ നിന്ന് നീക്കി വയ്ക്കാവുന്നതാണ്. പാത്രം കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുക. ഇല്ല നിങ്ങൾക്ക് കയ്യിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കഷ്ണത്തിൽ കുത്തിയും ഉടയ്ക്കാണ്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ കറി തിളപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി. ഈ സമയം കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് നമ്മുടെ ചെറിയുള്ളിയാണ്. ഒരു കയ്യിൽ ചെറിയുള്ളി എടുക്കുക. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത് കൂടാണ്ട് നല്ല പച്ചക്കറിവേപ്പിലയും കൂടെ എണ്ണയിൽ മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ കറി ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.